ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടിയിട്ട് കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീനിങ്സിലേക്ക് പോവാം. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പം ഒന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. ഇവിടെ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് 3 ഓഫ് സോർട്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. വളരെയേറെ വേദനിക്കുന്ന നിങ്ങളുടെ പേഴ്സണെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളും അവരും തമ്മിൽ സെപ്പറേഷനിലാണെന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുന്നത്. ഈ ഒരു സെപ്പറേഷൻ അവരെ വളരെയേറെ വേദനിപ്പിക്കുന്നുണ്ട്. ഈ ഒരു ലോസ് എന്ന് പറയുന്നത് അവർക്ക് തീരാ നഷ്ടമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെന്ന വ്യക്തിയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടും അവർ വരാതിരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഓപ്പർച്യൂണിറ്റി മിസ്സിങ് എന്നാണ് പറയുന്നത്. അവർ ഇപ്പോൾ ഹീലാവാണ്. അവർ വളരെയേറെ വേദനിക്കുന്നുണ്ട്. ആ പിക്ചർ നോക്കി തന്നെ മനസ്സിലാവും. ഹാർട്ട് ബ്രേക്കിനെയാണ് കാണിക്കുന്നത്. അവർ ഇൻസ്പിറേഷൻ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെന്ന വ്യക്തിയുമായിട്ടുള്ള ആ ഒരു നിമിഷത്തിലായിരിക്കണം അവർ വളരെയേറെ പോസിറ്റീവായിട്ട് നിന്നിട്ടുള്ളത്. അവർക്കെല്ലാം ഉണ്ടെന്ന് തോന്നിയിട്ടുള്ളത്. എന്നു മുതൽ നിങ്ങളിൽ നിന്നും അവർ മൂവ് ഓൺ ചെയ്തു പോയോ ആ നിമിഷം മുതൽ അവരിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അവരെന്ന വ്യക്തി നിങ്ങളിലാണ്, നിങ്ങളുടെ അടുത്താണ് വളരെ പോസിറ്റീവായിട്ട് നിന്നിട്ടുള്ളത്, അവരായിട്ട് നിന്നിട്ടുള്ളത്. ഇപ്പോൾ അവർക്ക് അവരെ തന്നെ നഷ്ടപ്പെട്ടതുപോലെ തോന്നുകയാണ്. അവർ ആർക്കൊക്കെ മുന്നിൽ അഭിനയിക്കുന്നത് പോലെ തോന്നുകയാണ്. നിങ്ങളെന്ന വ്യക്തിയുടെ സ്നേഹം അവർക്ക് നഷ്ടപ്പെട്ടതുപോലെ ഫീൽ ചെയ്യുന്നു എന്ന് തന്നെയാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. സെക്കൻഡ് കാർഡ് എന്ന് പറയുന്നത് 9 ഓഫ് വാൻസ് കാർഡാണ്. കാർഡിന്റെ മീനിങ്ങിലേക്ക് പോവാം. 9 ഓഫ് വാൻസ് കാർഡ് എന്ന് പറയുമ്പോൾ ഒരു ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് നിങ്ങളിലേക്ക് നോക്കിക്കാണുന്ന നിങ്ങളുടെ വ്യക്തിയുടെ, നിങ്ങളുടെ പേഴ്സൺ എനർജിയാണ് കാണിക്കുന്നത്. അവരിലെ ഫൈനൽ പുഷിനെയാണ് കാണിക്കുന്നത്. അവർക്ക് തന്നെ സ്വയം മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോലും മറ്റുള്ളവരുടെ പ്രവൃത്തി മൂലമായിരിക്കണം അവർ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയത്. അപ്പോൾ സ്വയം പറയുകയാണ്, സ്വയം മോട്ടിവേഷൻ കൊടുക്കുകയാണ്. നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ സ്വയം കണ്ടെത്തുകയാണ്. അവരെന്ന വ്യക്തിയെ മനസ്സിലാക്കുകയാണ്. നിങ്ങളിലാണ് അവർ പൂർണ്ണനാവുള്ളൂ എന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ അവരിലുള്ള ഒരു ഫൈനൽ പുഷിനെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സ് കാണിച്ചു തരുന്നത്. അവർ തന്നെ വിശ്വസിക്കുകയാണ്. അവരിൽ തന്നെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളോട് ഒരു കാര്യം പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിയൂണിയനിൽ, നിങ്ങളുമായിട്ടുള്ള ആ ഒരു കൂടിക്കാഴ്ചയിൽ അവർ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയും. ആ ഒരു ചിന്തയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. അവർ വളരെയേറെ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെയും അവരുടെ ലൈഫിൽ വരും വരായികളെ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണ് വന്നിട്ടുള്ള മാറ്റത്തെയാണ് കാണിക്കുന്നത്. ദ ടവറാണ്. നിങ്ങളും അവരും തമ്മിൽ ഈ സെപ്പറേഷൻ വരാനായിട്ട് ഏതൊക്കെ വ്യക്തികളുണ്ടോ ആ വ്യക്തികളിൽ നിന്നും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ടവർ ബ്രേക്ക് ആവാണ്. ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ടാവണം നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത്. നിങ്ങളെന്ന വ്യക്തിയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നിരിക്കണം. നിങ്ങളെന്ന വ്യക്തിയെക്കുറിച്ച് മറ്റുള്ളവരാണ് തെറ്റിദ്ധാരണ അവരിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഒരു തെറ്റിദ്ധാരണ മാറാൻ പോവുകയാണെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. ആ ഒരു ടവർ ബ്രേക്ക് ആകുന്നു, നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അവിടെ ഒരു പ്രകാശത്തെയാണ് കാണിക്കുന്നത്. നിങ്ങളെന്ന വ്യക്തിയിലേക്ക് അവർ മടങ്ങി വരുന്നതിൻ്റെ ഒരു സൈനാണ് അവിടെ കാണിക്കുന്നത്. വരും ദിവസങ്ങളിൽ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇവിടെ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് പേജ് ഓഫ് വാൻസ് കാർഡാണ്. പേജ് ഓഫ് വാൻസ് കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള ആ ഒരു ബിഗിനിങ്ങിനെ തന്നെയാണ് കാണിക്കുന്നത്. ക്രിയേറ്റീവ് ആയിട്ടുള്ള ബിഗിനിങ് ആണ് അവിടെ നടക്കാൻ പോകുന്നത്. അവരുടെ ഒരു സ്കില്ലിനെയും പാഷനെയും ഈ കാർഡ് മീൻ ചെയ്യുന്നുണ്ട്. അവരെന്ന വ്യക്തി നോക്കി കാണുന്നത് നിങ്ങളെ തന്നെയാണ്. നിങ്ങളെന്ന വ്യക്തിയിലെ ആ ഒരു സ്നേഹം, നിങ്ങളെന്ന വ്യക്തിയിലെ ആ കരുതൽ എല്ലാം അവർ മനസ്സിലാക്കുകയാണ്. വേറെ എവിടെ നിന്നും അവർക്ക് ഈ സ്നേഹവും കരുതലും ലഭിച്ചിട്ടില്ല എന്ന് അവർ റിയലൈസ് ചെയ്യുകയാണ്. അവരെന്ന വ്യക്തി ക്യൂരിയോസിറ്റി ആയിട്ടാണ് ഇനി നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത്. നിങ്ങളെന്ന വ്യക്തി അവരെ സ്വീകരിക്കുമോ എന്നുള്ളൊരു ഭയവും കാണുന്നുണ്ട്. മാത്രമല്ല അവർ നിങ്ങളിലേക്ക് മടങ്ങി വരാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഒത്തിരി സ്വപ്നങ്ങളിലൂടെയാണ് അവർ വരുന്നത്. നിങ്ങളുമൊത്തുള്ള ഒരു ഫ്യൂച്ചറിനെ ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവർ വളരെയേറെ പാഷനേറ്റ് ആയിട്ട് തന്നെയാണ് നിങ്ങളിലേക്ക് വരുന്നത്. അത് നിങ്ങളെന്ന വ്യക്തിയിലേക്ക് നോക്കി നിൽക്കുകയാണ് അവർ. ആ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ അവർ വളരെയേറെ വേദനിക്കുന്നുണ്ട്. ആ ഒരു നഷ്ടം നികത്താനായിട്ട് ആ ഒരു ലൈറ്റിലേക്ക് നോക്കി നിൽക്കുകയാണ്. നിങ്ങളാണ് അവരുടെ ലൈഫിൽ
പ്രകാശം കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങളാണ് അവർക്ക് സ്നേഹ നിമിഷങ്ങൾ സമ്മാനിച്ചിട്ടുള്ളത്. നിങ്ങളിൽ മാത്രമാണ് അവർ എൻജോയ് ചെയ്തിട്ടുള്ളത് എന്നവർ മനസ്സിലാക്കുകയാണ്. അപ്പോൾ നിങ്ങളിലേക്ക് നോക്കി നിൽക്കുന്ന വ്യക്തിയുടെ എനർജി തന്നെയാണ് പേജ് ഓഫ് വാൻസ് കാർഡ് കാണിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ദ എംപറർ ആണ്. നിങ്ങളുടെ പേഴ്സൺ എനർജി തന്നെയാണ് കാണിക്കുന്നത്. ഒരു മസ്കുലൻ എനർജി ആയിട്ട് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരു അതോറിറ്റി ഉള്ളൊരു പേഴ്സൺ ആണെന്ന് പറയുകയാണ്. പവർ ഉള്ള പേഴ്സൺ ആണെന്ന് പറയുകയാണ്. നാച്ചുറൽ ലീഡർ ആണെന്ന് പറയുകയാണ്. അവർക്ക് ഒരു ആക്ഷൻ എടുക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണ്. അവരുടെ കരിയറിലാണെങ്കിൽ വളരെ സ്ഥാനമുള്ള ഒരു വ്യക്തിയാണ്. സമൂഹത്തിൽ സ്ഥാനമുള്ള ഒരു വ്യക്തിയാണ്. അവരുടെ വാക്കുകൾക്ക് വാല്യൂ കൊടുക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന് പറയുകയാണ്. അവരുടെ കരിയർ എന്ന് പറയുന്നത് അത്രയും നല്ലൊരു കരിയർ ആണെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. അവർക്ക് വരും ദിവസങ്ങളിൽ ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാനക്കയറ്റത്തെയോ ഈ കാർഡ് മീൻ ചെയ്യുന്നുണ്ട്. ഇനി അവരുടെ കുടുംബത്തിലാണ് നോക്കുന്നതെങ്കിൽ അവരാണ് ആ ഫാമിലിയെ ലീഡ് ചെയ്യുന്നതെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. അവർ ഇത്രയും പേർക്ക് വളരെ പവർഫുൾ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഒരു അതോറിറ്റിയോട് കൂടി നിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അവർ കൊച്ചുകുട്ടിയാണ്. നിങ്ങൾ അങ്ങനെ തന്നെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്. അവർ നിങ്ങളുടെ മുന്നിൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത്. അവരായിട്ട് നിന്നിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് ആണെന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. ഇനി നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് നൈറ്റ് ഓഫ് പെൻഡക്കിൾ ആണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറുടെ എനർജി തന്നെയാണ് നൈറ്റ് ഓഫ് പെൻഡക്കിൾ ആയിട്ട് കാണിക്കുന്നത്. നിങ്ങളിലെ ഒരു ഹാർഡ് വർക്കിനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ആവാം, കരിയർ ആവാം, നിങ്ങളുടെ ലൈഫുമായി ബന്ധപ്പെട്ട ഏതോ ഒരു കാര്യത്തിന് ആ ഒരു കാര്യം കരകയറാൻ വേണ്ടിയിട്ട്, ബെറ്റർ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നോക്കി കാണുകയാണെങ്കിൽ അവിടെ യൂണിവേഴ്സ് അത് കാണാതെ പോവില്ല എന്നാണ് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു ആ കാര്യമെല്ലാം യൂണിവേഴ്സ് കാണുന്നുണ്ട്. നിങ്ങളിലെ ആ ഒരു ഹാർഡ് വർക്കിനെ, ആ ഒരു ഡിറ്റർമിനേഷനെ യൂണിവേഴ്സ് കാണുന്നുണ്ട്. അത് നിങ്ങളിലേക്ക് പോസിറ്റിവിറ്റി തന്നെയാണ് തരിക. നിങ്ങളുടെ ആഗ്രഹം സഫലമാകും. ബെറ്റർ ഫ്യൂച്ചറാണ് നിങ്ങൾക്ക് കാണുന്നത്. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് 10 ഓഫ് സോർട്സ് കാർഡാണ്. 10 ഓഫ് സോർട്സ് കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളിലെ പെയിൻഫുൾ എൻഡിങ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇത്രയും നാൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ക്രൈസിസ് ഉണ്ടായിരുന്നു. ആ ക്രൈസിസ് എൻഡാവാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിലേക്ക് ഓപ്പർച്യൂണിറ്റിയാണ് വരുന്നത്. ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ആയിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത്, യൂണിവേഴ്സ് അവിടെ ബ്ലെസ്സിങ്സ് ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഒരു പ്രകാശമാണ്. നിങ്ങളുടെ വേദനകൾ എൻഡായിക്കൊണ്ട് നിങ്ങളിലേക്ക് പുതിയ കാര്യങ്ങൾ യൂണിവേഴ്സ് കൊണ്ടുതരാണ്. നിങ്ങൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ യൂണിവേഴ്സ് ബ്ലെസ്സിങ്സ് തരുന്നുണ്ട്. നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ കരിയർ അതാണ് ഒരു സ്റ്റക്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ യൂണിവേഴ്സ് ബ്ലെസ്സിങ്സ് കൊണ്ടുവരാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിലേക്ക് യൂണിവേഴ്സ് ബ്ലെസ്സിങ്സ് കൊണ്ടുവരുന്നു. നിങ്ങളുടെ വേദനകൾ എന്താകുന്നു, നിങ്ങൾ ഏതൊരു കാര്യത്തിനാണോ ആഗ്രഹിച്ചിട്ടുള്ളത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്നു. നിങ്ങൾ പ്രകാശത്തിലേക്കാണ് നോക്കി നിൽക്കുന്നത്. അവിടെ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഫോളാണ്. നിങ്ങളിലുള്ള ആ ഒരു ന്യൂ ബിഗിനിങ്ങിനെ തന്നെയാണ് കാണിക്കുന്നത്. പുതിയ തുടക്കത്തെയാണ് കാണിക്കുന്നത്. നിങ്ങൾ അഡ്വഞ്ചറായിട്ട് എന്തൊരു കാര്യം ചെയ്യാൻ പോവുകയാണെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ആ ഒരു പുതിയ തുടക്കം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്കുള്ള ഒരു ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ് കാണിക്കുന്നത്. നിങ്ങൾ അഡ്വഞ്ചറായിട്ട് ഒരു കാര്യം ചെയ്യാൻ പോവുകയാണെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. നിങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പോവാണ്. അത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടങ്ങളിലേക്ക് നിങ്ങൾ നോക്കി കാണുകയാണ്. നിങ്ങളെന്ന വ്യക്തി പ്രതീക്ഷിക്കാത്തക്കാൾ കൂടുതൽ നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങളുടെ കയ്യിൽ വെച്ച് തരാൻ പോവുകയാണെന്നാണ് ഈ കാർഡ് പറയുന്നത്. ന്യൂ ബിഗിനിങ്ങിനെയാണ് കാണിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളെന്ന വ്യക്തിയിലെ ആ ഒരു കഴിവിനെ അറിഞ്ഞുകൊണ്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ബ്ലെസ്സിങ്സ് കൊണ്ടുവരികയാണ്. നിങ്ങൾ സന്തോഷിക്കാൻ പോവുകയാണ്. ഇവിടെ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് 10 ഓഫ് പെൻഡക്കിൾ ആണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് ഒത്തിരി പേര് യൂണിവേഴ്സിൽ സറണ്ടറായി പ്രാർത്ഥിക്കുന്നില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യണം, ഫിനാൻഷ്യൽ ആയിട്ടുള്ള പുരോഗതി വേണം, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരണം, ബെറ്റർ ഫ്യൂച്ചർ വേണം. ഇതൊക്കെ തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ജീവിതം നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റിനെയാണ് കാണിക്കുന്നത്. അവർ നിങ്ങളുമായിട്ട് ഒരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ട്. ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങളും ഒരു കുടുംബവുമായി ജീവിക്കാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് യൂണിവേഴ്സ് മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു അബണ്ടൻസ് തരുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ജീവിതവും തരുന്നു എന്നാണ് പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക.
അതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഹീലിംഗ് ആണ്. ഹീലിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യ വൈരാഗ്യം ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്തു മാറ്റുക. പാസ്റ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്റ്റക്ക് എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഹീലാവാനായിട്ട് പ്രാർത്ഥിക്കുക. അതിനുശേഷം ദിവസവും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യൂ. മെഡിറ്റേഷൻ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളിലേക്ക് പോസിറ്റിവിറ്റി തരും. നിങ്ങളുടെ മൈൻഡിനെ നിങ്ങളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. നിങ്ങൾ പിന്നെ ചെയ്യേണ്ട കാര്യം മാനിഫെസ്റ്റിംഗ് ആണ്. മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് ഒരു സ്വപ്നം കാണുന്നത് പോലെ നിങ്ങൾ കണ്ണു തുറന്നുകൊണ്ട് സ്വപ്നം കാണുക. നിങ്ങളുടെ ആഗ്രഹങ്ങളെ കാണുക, അതിനെ അട്രാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ യൂണിവേഴ്സിനോട് പറയുക, എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെ ആയാലും ആ ആഗ്രഹങ്ങൾ യൂണിവേഴ്സിനോട് സാധിപ്പിച്ചു തന്നതിന്, ഒന്നുകൂടി പറയുകയാണ്, നിങ്ങളുടെ ഏത് ആഗ്രഹമാണെങ്കിലും ആ ആഗ്രഹങ്ങളെ യൂണിവേഴ്സിൽ കൊടുക്കുക. യൂണിവേഴ്സ്, ഈ കാര്യങ്ങൾ, ഈ ആഗ്രഹങ്ങൾ എനിക്ക് സാധിപ്പിച്ചു തന്നതിന് ഞാൻ താങ്ക് യു പറയുന്നു. ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, ദിവസം ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. നിങ്ങൾക്ക് എത്ര തവണ പറയാൻ പറ്റുമോ അത്രയും തവണ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. യൂണിവേഴ്സ് അത് കാണാതെ പോവില്ല. നിങ്ങളുടെ ഒരു പ്രയർ എന്ന് പറയുന്നത് അത്രയും ജെനുവിൻ ആയിരിക്കണം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർക്ക് നിങ്ങളുടെ ആഗ്രഹം സാധിക്കാൻ പോവുകയാണ്. അത് നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആഗ്രഹം സാധ്യമാകുള്ളൂ. ഈ 2 ടൈം കാർഡ് കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്, അതും കൂടി ഒന്ന് പറയട്ടെ. ടൈം കാർഡ് എന്ന് പറയുമ്പോൾ ഓൺ എനി ഫ്രൈഡേ എന്നാണ്. വരും ദിവസങ്ങളിൽ ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ ഏതെങ്കിലും ഫ്രൈഡേ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ കാണുവാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് ടൈം കാർഡ് എന്ന് പറയുന്നത് അപ് ടു നെക്സ്റ്റ് ഓഗസ്റ്റ് എന്നാണ്. ഓഗസ്റ്റ് മാസത്തിനുള്ളിൽ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ആ ഒരു റിയൂണിയൻ തന്നെയാണ് കാണിക്കുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക. ഇനി ലോ ഓഫ് അട്രാക്ഷൻ എന്നൊരു കാര്യം കൂടിയുണ്ട്. ആ മാനിഫെസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ലോ ഓഫ് അട്രാക്ഷനും ചെയ്യുക. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. അത് ഞാൻ പറയുന്നത് ഒരുപാട് പേർക്ക് നമ്മൾ പ്രയറിലൂടെ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പേഴ്സണൽ റീഡിങ്ങിന് വരുമ്പോൾ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ വ്യക്തികൾക്കറിയാം. ഒത്തിരി പേര് പേഴ്സണൽ റീഡിങ്ങിന് വന്നിട്ടുണ്ട്. ആ പേഴ്സണൽ റീഡിങ് വന്നവരിൽ കുറേ പേരൊക്കെ അവരുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്, കരിയറിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഒത്തിരി പേര് അവരുടെ ഒരു പേഴ്സൺ തിരിച്ചു വരാൻ വേണ്ടി പ്രെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. അവർക്ക് വേണ്ടിയിട്ട് കാർഡ്സ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറേ പേർക്കൊക്കെ അവരുടെ പേഴ്സൺ മടങ്ങി വന്നിട്ടുണ്ട്. ഞാൻ പറയുന്ന പോലെ പ്രയറും കാര്യങ്ങളും ചെയ്യുമ്പോൾ അവരിലേക്ക് പേഴ്സൺ മടങ്ങി വന്നിട്ടുണ്ട്. ഇനി മടങ്ങി വരാത്തവരുണ്ട്. മടങ്ങി വരാത്തവരോട് ഞാൻ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ പ്രയർ ഒന്നെങ്കിൽ ശരിയായിട്ടുണ്ടാവില്ല, എവിടെയെങ്കിലും ബ്ലോക്ക് വന്നിട്ടുണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളും തമ്മിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കർമ്മ എൻഡാവാനായിട്ടുണ്ടാവണം. ആ കർമ്മ എൻഡായി കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരും എന്ന് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പേർക്ക് കാര്യം സാധിച്ചിട്ടുണ്ട്. കാര്യം സാധിക്കാത്തവരോട് വീണ്ടും പ്രയർ ചെയ്യാൻ ഞാൻ പറയാറുണ്ട്. ഇനി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഈ റീഡിങ് ഞാനിവിടെ എൻഡ് ചെയ്യുകയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് വന്നാലേ എനിക്ക് നിങ്ങളുടെ കറക്റ്റ് റീഡിങ് പറഞ്ഞു തരാനായിട്ട് പറ്റുള്ളൂ. അതിനനുസരിച്ച് പ്രയറും കാര്യങ്ങളും പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അത് കണ്ടിട്ട് എൻ്റെ പേഴ്സൺ വന്നിട്ടില്ല, ഈ നിംസ് വെറുതെ റീഡിങ് എടുക്കുകയാണ് എന്നൊക്കെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പേഴ്സണൽ റീഡിങ്ങിന് വരൂ. നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതിനനുസരിച്ച് നിങ്ങൾ പ്രെയർ ചെയ്യൂ. കരിയർ ആണെങ്കിലും എഡ്യൂക്കേഷൻ ആണെങ്കിലും നിങ്ങളും പേഴ്സണും തമ്മിലുള്ള സെപ്പറേഷൻ ആണെങ്കിലും എല്ലാത്തിനും നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് യൂണിവേഴ്സ് ഓരോ പ്രയറും കാണിച്ചു തന്നിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. വിശ്വാസമുണ്ടെങ്കിൽ മാത്രം വരിക. കുറേ പേര് റീഡിങ്സിന് വരുന്നുണ്ട്. അതിൽ എല്ലാവരുടെയും പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. എങ്കിലും ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പ്രെയർ ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് റീഡിങ്ങിന് വന്ന ഏതൊരു മക്കളാണെങ്കിലും ഏതൊരു വ്യക്തിയാണെങ്കിലും അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പ്രെയർ ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നാളെയാണ് പൗർണമി ഫുൾ മൂൺ അഫർമേഷൻ ചെയ്യേണ്ട ദിവസം. അപ്പോൾ ഇന്നലെയും ഇന്നും നാളെയും 3 ദിവസം നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രെയർ പ്രാർത്ഥിക്കുക. വളരെ പോസിറ്റീവായിട്ട് എടുക്കുക. ഒരുപാട് വീഡിയോസിൽ ഞാൻ പറയുന്ന കാര്യമാണ്, നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. എനിക്ക് ഇതുപോലെ പ്രെയർ ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങൾ തന്നെയാണ് ഞാൻ നിങ്ങളോടും ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യൂ, നിങ്ങളുടെ ആഗ്രഹം സാധിക്കും. നിങ്ങൾ ചെയ്യാതെ എൻ്റെ പേഴ്സൺ വന്നില്ല, എൻ്റെ കാര്യങ്ങൾ സാധിച്ചില്ല എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്യണം. അത് ഒരാളോടും ദേഷ്യം വൈരാഗ്യം പാടില്ല. എല്ലാവരോടും സ്നേഹമാണ് നമുക്ക് ആവശ്യം. നമ്മൾ ഹീലാവുക, എല്ലാവരെയും സ്നേഹിക്കുക. അതിനുശേഷം വേണം നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാനും മാനിഫെസ്റ്റ് ചെയ്യാനും ഈ അഫർമേഷൻസ് ചെയ്യാനും. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ, നിങ്ങളിലേക്ക് ഉറപ്പാണ് യൂണിവേഴ്സ് ബ്ലെസ്സിങ്സ് കൊണ്ടുവരും. ഞാൻ ഉറപ്പ് തരികയാണ്. ഈ റീഡിങ്
ഞാൻ എൻഡ് ചെയ്യുകയാണ്. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.